നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം കോപ്പ ഡു ബ്രസീലിലെ സാന്റോസ് കോർട്ടുബയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് റൗണ്ട് ഓഫ് 16ലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. നെയ്മർ ജൂനിയർ ഈ വേൾഡ് കപ്പ് ടീമിൻ്റെ സെലക്ഷൻ്റെ തൊട്ടരികിൽ നിൽക്കുമ്പോൾ ഏത് തരത്തിലുള്ള പെർഫോമൻസ് നടത്തി എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വക ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു. മത്സരത്തിൽ അഡോണിസ് ഫ്രിയാസും ഗബ്രിയൽ ബൊൻഡംബോയുമാണ് സാന്റോസിനായിട്ട് ഗോളുകൾ കണ്ടെത്തിയത്. ആദ്യ പകുതിയിലാണ് ഇരു ഗോളുകളും പിറന്നത്. നെയ്മർ ജൂനിയറെ മുന്നിൽ നിർത്തി, ഒപ്പം റോൾ ഹൈസർ, ബൊൻഡംബോ, ബഴിയിൽ എന്നിവരെയൊക്കെ അണിനിരത്തിക്കൊണ്ടാണ് കോച്ച് കുഖ സാന്റോസിനെ കളിക്കളത്തിലേക്ക് വിട്ടത്. മത്സരത്തിൻ്റെ 28ാമത്തെ മിനിറ്റിലാണ് സാന്റോസിൻ്റെ ആദ്യ ഗോൾ പിറക്കുന്നത്. ആ ഒരു ഗോളിൻ്റെ നീക്കം നെയ്മർ ജൂനിയർ നടത്തിയതാണ്. നെയ്മർ കൊടുത്ത പന്തുമായിട്ട് പിന്നീട് മുന്നോട്ട് കയറിയിട്ടാണ് ആ ഒരു ഗോള് ബൊൻഡംബോ നേടിയത്. തുടർന്ന് 28ാമത്തെ മിനിറ്റിൽ ഇഗോർ വിനീഷ്യസിൻ്റെ അസിസ്റ്റിൽ നിന്ന് ഫ്രിയാസ് ഗോളടിച്ചതോടെ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയത്തിലേക്ക് പോവുകയായിരുന്നു സാന്റോസ്. ഏതായാലും നെയ്മർ ജൂനിയറുടെ പ്രകടനം ഒരു ആവറേജ് പെർഫോമൻസ് എന്ന് തന്നെ പറയാം. പക്ഷേ കളിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു അസിസ്റ്റ് അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് വേൾഡ് കപ്പ് സ്ക്വാഡിൽ നെയ്മർ ഉണ്ടാകുമോ എന്നറിയാനാണ്. തിങ്കളാഴ്ചയാണ് ആ ഒരു പ്രഖ്യാപനം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്.